എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പലതരത്തിൽ പല വിധത്തിൽ നമ്മൾ മോരുകറിയുടെ റെസിപ്പീസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ തന്നെയാണെങ്കിൽ നേരത്തെ ആണെങ്കിൽ മോരുകറിയുടെ റെസിപ്പിയൊക്കെ ആണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ആയിട്ട് ഒരുപാട് പേര് കാണും. ഇപ്പോഴും ആണെങ്കിൽ മോരുകറിയൊക്കെ ഒന്നും ചെയ്ത് നോക്കാത്തവരൊക്കെ ആണെങ്കിൽ കാണുമായിരിക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഓണത്തിന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മോരുകറിയുടെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മളാണെങ്കിൽ കറിയൊക്കെ റെഡിയാക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അടുപ്പിച്ച് വെച്ചിട്ട് നമ്മൾ കറിയൊക്കെ റെഡിയാക്കാൻ തുടങ്ങുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാം. അത് കഴിഞ്ഞിട്ട് ഉള്ളിയാണെങ്കിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ നേരത്തെ ആണെങ്കിൽ മോരുകറിയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അത് കാണാത്തവരൊക്കെ ആണെങ്കിൽ വേറൊരു വിധത്തിൽ ഞാൻ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ പച്ചമുളകാണെങ്കിൽ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളി അതുപോലെ തന്നെ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് അരച്ച് എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ കറികളൊക്കെ റെഡിയാക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ പൊടികളായിട്ട് കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി ഇത്രയുമാണ് നമ്മൾ ചേർത്തേക്കുന്നത്. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ നമുക്ക് ഈ ഒരു പൊടികളൊക്കെ ആണെങ്കിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ആണെങ്കിൽ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നല്ല ചൂടിലിരിക്കുന്ന സമയത്ത് ഈ ഒരു പൊടികളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും പെട്ടെന്ന്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ ആ ഒരു ഫ്ലെയിം ആണെങ്കിൽ ഓഫ് ചെയ്ത് വെച്ചത്. അപ്പോൾ അതൊന്നാണെങ്കിൽ ഒന്ന് ചൂടായി വരുമ്പം പൊടിയൊക്കെ ആണെങ്കിൽ ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് കിട്ടുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മോര് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ തൈരാണെങ്കിൽ ഞാൻ മിക്സിയിലാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ആണെങ്കിൽ ഒന്ന് കറക്കിയെടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ ഒരു മിക്സി കഴുകിയ വെള്ളം കൂടാണെങ്കിൽ ആവശ്യത്തിന്, ഒരുപാട് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അത് നമ്മൾ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ഒരു മോര് കറിയാണെങ്കിൽ ചൂടാവുന്നതിന് മുന്നേ തന്നെ നമുക്കാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ടാണെങ്കിൽ അതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് അധികമാണെങ്കിൽ ഇങ്ങനെ കളറ് തോന്നത്തില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേന് നല്ല മഞ്ഞ കളറിലിരിക്കും. അപ്പോൾ നല്ല മോരുകറിയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുമല്ലോ. പിന്നെ നമ്മൾ മോരൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ഇത് തിളച്ച് പോകാതെ സൂക്ഷിക്കണം. കാരണം മോര് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകും. അതുപോലെ തന്നെ ഈ ഒരു പാത്രത്തിൽ, നമ്മൾ റെഡിയാക്കിയ പാത്രത്തിൽ നിന്നാണെങ്കിൽ ഈ ഒരു മോരുകറി ആണെങ്കിൽ വേറൊരു പാത്രത്തിലിട്ട് മാറ്റി വെക്കാനും മറന്നു പോകണ്ട. അല്ലെങ്കിൽ ആ ഒരു ചട്ടിയുടെ ചൂട് കൊണ്ട് ഇത് മോരാണെങ്കിൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ ഒരു ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും കുറച്ച് നേരമാണെങ്കിൽ തവി കൊണ്ടാണെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. ആ ചൂടൊക്കെ ഒന്ന് ആറി കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒത്തിരി തിളപ്പിക്കുകയൊന്നും ചെയ്യരുത്. തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകും. പിന്നെ മോര് കറിയാണെങ്കിൽ ഒരുപാടാണെങ്കിൽ ലൂസായിട്ട് വേണ്ടാത്തവർക്ക് വെള്ളമാണെങ്കിൽ ഒഴിച്ച സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എളുപ്പമല്ലായിരുന്നോ മോര് കറി റെഡിയാക്കാൻ? താങ്ക്സ് ഫോർ വാച്ചിങ്. See you next video. Bye bye.